20-ാം വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതായി വാർഡ് കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മായ. 20-ാം വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതായി വാർഡ് കൗൺസിലറും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മായ. 25 വർഷമായി നവീകരിക്കാത്ത മണ്ണാൻ പൂശാരി റോഡടക്കം 8ഓളം റോഡ് നവീകരിച്ചതായും 50ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതായും കൗൺസിലർ പറഞ്ഞു. 25 വർഷത്തോളമായിട്ട് നവീകരിക്കാത്ത മണ്ണാൻ പൂശാരി റോഡിന്റെ അവസാന 100 മീറ്റർ അടക്കം 8ഓളം പുതിയ റോഡുകൾ കോൺക്രീറ്റ് ടാറിങ് എന്നിവ ചെയ്തിട്ട് നവീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമൃത കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു 50ഓളം വീടുകൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നൽകാൻ ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ഡ്രെയിനേജ് നമ്മുടെ അട്ടാന്തോടിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് അട്ടാന്തോടിൻ്റെ എല്ലാ ഭാഗങ്ങളും കേടുപാടുകൾ തീർത്ത് പുനരുദ്ധരിച്ചിട്ടുണ്ട്. പല ഭാഗത്തും ഡ്രെയിനേജ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനും തെരുവിളക്കുകൾ കൃത്യമായി പരിപാലിക്കാനും കേന്ദ്രീയ വിദ്യാലയത്തിന് മുന്നിൽ ഒരു മിനിമാസ് ലൈറ്റ് കൊണ്ടുവരാനും സാധിച്ചിട്ടുള്ളതായും കൗൺസിലർ പറഞ്ഞു. അതുപോലെ പുതിയതായിട്ട് ദക്ഷിണമൂർത്തി നഗറിലുള്ള ഒരു 50 മീറ്ററോളം വരുന്ന ഭാഗം പുതിയതായിട്ട് ഡ്രെയിനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ തെരുവുവിളക്കുകൾ കൃത്യമായിട്ട് പരിപാലിച്ച് പോരുന്നുണ്ട്. അവരുടെ സേവനത്തിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് എല്ലാ തെരുവുവിളക്കുകളും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, പരിപാലനം നടത്താൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ MP ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ മുമ്പിൽ ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വാർഡിൽ പല ആവശ്യങ്ങൾക്കായി വിവിധതരം ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും 90% വീടുകളിൽ ബയോബിൻ സ്ഥാപിച്ച് മാലിന്യ സംസ്കരണം ചെയ്തു വരുന്നതായും കൗൺസിലർ മായ പറഞ്ഞു. പിന്നെ നമ്മുടെ 90% വീടുകളിലും ഹരിതകർമ്മ സേനയുടെ സേവനം നൽകി വരുന്നുണ്ട്. 90% വീടുകളിൽ തന്നെയും ബയോബിന്നുകൾ വിതരണം ചെയ്ത് മാലിന്യ സംസ്കരണം നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയായിട്ട് എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പുകൾ, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. തെരുവ് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ക്യാമ്പ് നടത്തുന്നുണ്ട്. പെൻഷൻ മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തി വരുന്നുണ്ട്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തൊഴിലുറപ്പുകാരെ ഉപയോഗിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു. കൃത്യമായിട്ട് മഴക്കാലപൂർവ്വ ശുചീകരണവും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തികളും സന്നദ്ധതാ പ്രവർത്തകരുടെ സഹായത്തോടുകൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിസ്ഥിതി ദിനത്തിൽ നിരവധി മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കാറുണ്ട്, അത് പരിപാലിക്കാറുമുണ്ട്. ഈ 20-ാം വാർഡിൽ NSS കോളേജ്, കേന്ദ്രീയ വിദ്യാലയം, ITC ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത്. അവരുടെ ആവശ്യാർത്ഥം എല്ലാ വർഷവും അവിടെ കൃത്യമായിട്ട് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ശുചീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ മാസവും എന്ന് തന്നെ പറയാം. ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം അവർക്ക് കിട്ടുന്ന പണിക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് വാർഡിൽ കൃത്യമായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ശുചീകരണം നടത്താൻ സാധിക്കുന്നുണ്ട്. ചാലുകൾ ഉപയോഗയോഗ്യമാക്കാനും അതുപോലെ തന്നെ കാട് ചെടികളൊക്കെ വെട്ടി വൃത്തിയാക്കാനും സാധിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ നിന്നും പൂർണ്ണമായ പിന്തുണ ലഭിച്ചതായും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളതായും കൗൺസിലർ അറിയിച്ചു. 20-ാം വാർഡിലത്തെ ജനങ്ങളുടെ പരിപൂർണ സഹകരണവും പിന്തുണയും ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ 20-ാം വാർഡിലത്തെ കൗൺസിലറായിട്ട് അവിടെ ഏറ്റെടുക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒരുവിധം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വാർഡ് സഭകളെല്ലാം കൃത്യമായിട്ട് നടത്താറുണ്ട്. അതിൽ എല്ലാ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങുകൾ അതുപോലുള്ള വ്യത്യസ്തതയാർന്നിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ വാർഡിലുള്ള ജനങ്ങളോടുള്ള കടപ്പാട്, നന്ദി, സ്നേഹവും എല്ലാം അറിയിക്കുന്നു.